കളമശ്ശേരി HMT ജംഗ്ഷൻ, എടപ്പള്ളി ടോള്, എടപ്പള്ളി ശേഷങ്കവല 3 സ്ഥലങ്ങളിലെ ഗതാഗതക്കുരുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് പരിശോധിക്കാനാണ് ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് നേരത്തെ നിലനിൽക്കുന്ന കുറെ അഭിപ്രായങ്ങളെല്ലാം വെച്ച് ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയും. അതിനുശേഷം പോലീസ്, PWD, NH, ഇവര് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഈ 4 ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ചിരുന്ന് 2 ദിവസം കൊണ്ട് അതിന് അവസാന രൂപം നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത്. HMTയിൽ ഒരു 1 വേ സംവിധാനം കൊണ്ടുവരുന്നതിനും ഇവിടെ സിഗ്നൽ വെച്ച് തുറക്കാൻ കഴിയുമോ എന്ന പരിശോധനയുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ എടപ്പള്ളി സ്റ്റേഷൻ കവലയിലെ ലുലുവിനടുത്തുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ചില ക്രിയാത്മക നിർദ്ദേശങ്ങളുമാണ്. ഒരു 1 വേ കളമശ്ശേരി HMT ജംഗ്ഷൻ ഒരു 1 വേ വരെയാണ്. എല്ലാവരും സഹകരിക്കണം. കാരണം വെച്ചാൽ ഒരു ട്രയലാണ്. നമ്മൾ ആദ്യം ഒരു പരിശോധന തിങ്കളാഴ്ച മിനിസ്റ്റർ പറഞ്ഞതുപോലെ, രാജീവ് മിനിസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ PWD, ഹൈവേ, പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടി റെസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് കൂടും 11 മണിക്ക്. അതിനുശേഷം അവർ ഇതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഐഡിയ എന്തായാലും പറഞ്ഞു, മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ കൗൺസിലർമാർക്കും എല്ലാവർക്കും അത് സമ്മതമാണ്. കാരണം എല്ലാ ബസ്സുകളും HMT നിങ്ങളന്ന് വന്നില്ല, അവിടെ നിന്ന് HMT അവരെ നേരെ താഴെ വന്നിട്ട് അവിടെ നിന്ന് ആ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്ത് നേരെ ലെഫ്റ്റ് എടുത്ത് ഒരു റൗണ്ട് അടിച്ച് വരണം എന്നുള്ളത്. അത് ഈ പ്രൈവറ്റ് ബസ്സുകാരുമായിട്ടും സംസാരിക്കും. കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം തിരിക്കാനൊക്കെ എടുക്കുന്ന സമയമുള്ളൂ. സാധനം കുരുങ്ങി കിടക്കുന്നതിനേക്കാൾ നല്ല ഓടി വരിക എന്നുള്ളത്. പല ലൈറ്റുകളും കുഴപ്പമാണ്, ടൈമിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണുള്ളത്. ഇപ്പം നെടുമ്പാശ്ശേരിയിൽ തിരിയുന്നിടത്ത് വലിയ ബ്ലോക്കായിരുന്നു, അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റി. കാലടിയിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റി. ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കാലടിയിൽ ഒഴിവായി, നെടുമ്പാശ്ശേരി ഒഴിവായി. ഇന്ന് മൂവാറ്റുപുഴ അങ്കമാലിയിൽ വീണ്ടും പോയി. അങ്കമാലിയിൽ കുറച്ചുകൂടെ ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തി. അത് കഴിഞ്ഞ് അത് അങ്കമാലി കഴിഞ്ഞും വണ്ടി കിടക്കണം. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം വണ്ടി കിടക്കുകയാണെങ്കിൽ അത് വണ്ടി കിടക്കുന്നതിൻ്റെ മാത്രമല്ല, അത് ആളുകൾ തങ്ങിക്കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പൊല്യൂഷൻ അതിഭയങ്കരമാണ്. കാരണം 3 ട്രാക്കിലായിട്ട് ഒരു 10-100 വണ്ടിയാണ് കിടക്കുന്നത്. മിനിമം 100-150 വണ്ടി കിടക്കുന്നു. ആ അടുത്തുള്ളവരെല്ലാം ആലുവ വന്ന് പോകണമെങ്കിൽ വലിയ അങ്കമാലിക്ക് വന്നു പോകാൻ വലിയ പാടാണ്. ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ, അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കും പ്രയാസമാണ്. അപ്പോൾ അത് തുറന്നു വിടുക എന്നുള്ളതാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ എന്നൊരു വഴി തുറന്നു വിടും.